സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ സ്വർഗവാതിൽ പക്ഷി, അധ്യായം 20. പിറ്റേന്ന് ലീവെടുത്ത് ഡെയ്സി വീട്ടിലേക്ക് പോയി. അമ്മ അവളെ കണ്ടതും ഓടി വന്ന് തോളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എൻ്റെ മോൻ പോയല്ലോ മോളെ. ഡെയ്സിക്ക് വീട്ടിലെല്ലാവരോടും അമർഷമാണ് തോന്നിയത്. ഔതച്ചേട്ടൻ തിണ്ണയിലെ കാലിളകുന്ന ബെഞ്ചിൽ ഒരു നോക്കുകുത്തി പോലെ ഇരിപ്പുണ്ട്. അയാളുടെ മുഖം മരവിച്ചതുപോലെ തോന്നുമായിരുന്നു. തങ്കച്ചൻ അവിടെയെങ്ങാനും വന്നായിരുന്നോ മോളെ? അയാളുടെ സ്വരവും തണുത്തിരുന്നു. ഡെയ്സി ഇല്ലെന്ന് തലയാട്ടി. അയാൾ വീണ്ടും കല്ലിച്ച നോട്ടം ചക്രവാളത്തിലേക്ക് അയച്ചു. ഔതച്ചേട്ടൻ ഇനി ജീവിച്ചിരിക്കണമെന്നേയില്ല. വല്ല മഹാവ്യാധിയോ ഭൂകമ്പമോ പ്രളയമോ വന്ന് ജീവൻ എടുത്തുകൊണ്ടു പോകാൻ അയാൾ ആശിച്ചു. തന്നെത്താൻ മരിക്കാൻ അറിയായികയല്ല, ആത്മഹത്യ പാപമാണെന്ന് സഭ അയാളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔതച്ചേട്ടൻ ഇപ്പോൾ പുറത്തിറങ്ങാറില്ല. നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പേടി. അപമാനിതന്റെ മുഖം മറ്റുള്ളവരെ കാണിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. രാത്രിയിൽ ഏലിയമ്മ ചേട്ടത്തി മകളുടെ അടുത്ത് പദം പറഞ്ഞ് കരഞ്ഞു. എന്നും പോലീസ് വരവാ ഇവിടെ. ആദ്യം വന്നപ്പോൾ അപ്പനെയും എന്നെയും പിള്ളേരെയും ഒക്കെ പറഞ്ഞ് തെറി. അത് നാട്ടുകാർ കേൾക്കെ ജീവനോടെ തൊലി ഉരിച്ചു കൊന്നാ മതിയായിരുന്നു. ഇപ്പോഴും വരുമ്പോൾ അവരുടെ നാവീന്ന് അനാവശ്യമേ വീഴത്തുള്ളൂ. ഇവരെ ഈ തെറിയൊക്കെ ആരാ പഠിപ്പിച്ചേക്കുന്നേ? മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെ വീട്ടിൽ കയറി പോലീസുകാർ തെറി പറയാറില്ല, ഡെയ്സി പറഞ്ഞു. നമ്മൾ മാനം മര്യാദയ്ക്കല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്? എന്നിട്ടാണോ അമ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ? ദൈവമേ, ഞാൻ എന്നാ പിഴച്ചു? പെറ്റ തള്ളയായി പോയില്ലേ ഞാൻ? എൻ്റെ കുഞ്ഞിപ്പ എവിടെയാണോ? എന്നെങ്കിലും അവനെ പോലീസുകാർ പിടിക്കാണ്ടിരിക്കുമോ? അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരവനെ ജീവനോടെ വെച്ചേക്കുമോ? ഓർക്കുമ്പോൾ പേടിയാകുന്നു. എൻ്റെ മോളെ, അവനെ ജാമ്യത്തിലിറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശുണ്ടാക്കി വെച്ചേക്കണേ. അതാണല്ലോ കുറേ കാലമായിട്ട് എൻ്റെ ജോലി. കേസ് കളിക്കാനും പോലീസിലും വക്കീലിനും കൊടുക്കാൻ കാശുണ്ടാക്കൽ. ഇങ്ങനെ കാശുണ്ടാക്കാനും കുറേ തോന്നിവാസികളെ തീറ്റിപ്പോറ്റാനും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ജന്മം. ഏലിയാമ്മ ചേട്ടത്തി ഒന്നും മിണ്ടിയില്ല. ബെന്നിയും സുബിനും ദുഃഖിതരായി നിലത്തി വിരിച്ച പായിന്മേലിരിപ്പുണ്ട്. ഇനിയുമുണ്ടല്ലോ രണ്ടുപേരും കൂടി, ഡെയ്സി പറഞ്ഞു. പഠിപ്പൊക്കെ നിർത്തിയേച്ച് നിങ്ങളും തുടങ്ങിക്കോടാ മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും. ചേച്ചിയുടെ അധ്വാനത്തിന് പ്രതിഫലമാകട്ടെ. കഷ്ടപ്പെട്ട് തീറ്റിപ്പോറ്റുന്നതല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ ചേച്ചിയെ സഹായിക്കാനൊക്കൂ. ബെന്നിയും സുബിനും മുഖം കുനിച്ചിരുന്നതേയുള്ളൂ. വിളക്കണച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ സുബിൻ്റെ അടക്കി പിടിച്ചുള്ള കരച്ചിൽ കേട്ടു. ഡെയ്സിക്ക് വിഷമം തോന്നി. എഴുന്നേറ്റ് ചെന്ന് ആശ്വസിപ്പിക്കണമെന്ന് അവൾ വിചാരിച്ചു. കുട്ടികൾക്ക് സങ്കടമുണ്ടാകും. അവരെന്ത് പിഴച്ചു? കുറച്ചു കഴിഞ്ഞപ്പോൾ കരച്ചിലടങ്ങി. തങ്കച്ചൻ തൻ്റെ പ്രതീക്ഷയായിരുന്നു. റോസി പ്രതീക്ഷയായിരുന്നു. റാണിയും. ഇവരെല്ലാം കുടുംബഭാരം പങ്കിടാൻ തന്നെ സഹായിക്കുമെന്ന് കരുതി. എല്ലാം വെറുതെയായി. ഡെയ്സി ഓർത്തു, ഇനി 2 പേർ കൂടി ബാക്കിയുണ്ട്, ബെന്നിയും സുബിനും. പിറ്റേന്ന് രാവിലെ മടങ്ങാൻ നേരം ഡെയ്സി ബെന്നിയെയും സുബിനെയും വിളിച്ചുപദേശിച്ചു. മറ്റുള്ളവരെ ഓർത്ത് നിങ്ങൾ സങ്കടപ്പെടേണ്ട. അപമാനം വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നല്ലോണം പഠിക്കണം. ചേച്ചിക്കിനി നിങ്ങൾ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. ബെന്നിയുടെയും സുബിൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. ഡെയ്സി പോയി. ബസ്സിലിരിക്കുമ്പോൾ അവൾ ഓർത്തു, തങ്കച്ചനെ എന്തിനു കുറ്റപ്പെടുത്തണം? അവൻ പ്രതികാരം ചെയ്തതായിരിക്കണം. റാണിയെ ചതിച്ച സിബിയുടെ വീട്ടിലാണവൻ്റെ സംഘം കവർച്ച നടത്തിയത്. സിബിയുടെ പെങ്ങളെയാണ് മാനഭംഗപ്പെടുത്തിയത്. അവൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണത്രേ. സംഘനേതാവ് തങ്കച്ചനായിരുന്നു പോലും. സ്വർണവും പണവുമായി നാടുവിടാനായിരുന്നു ഗ്യാങ്ങിൻ്റെ തീരുമാനം. 1.5 ലക്ഷം രൂപയും 55 പവൻ്റെ ആഭരണങ്ങളും പണവും സ്വർണവും തങ്കച്ചൻ്റെ കൈവശമായിരുന്നു. കൂട്ടുകാരെ പോലീസ് പിടികൂടിയെന്നറിഞ്ഞപ്പോൾ അവൻ മുങ്ങിക്കളഞ്ഞു. എന്നെങ്കിലും അവൻ പോലീസിൻ്റെ പിടിയിൽ പെടാതിരിക്കില്ല. അമ്മ പറഞ്ഞതുപോലെ കുറച്ച് കാശ് കരുതി വെക്കണ്ടേ? അതാണല്ലോ തൻ്റെ ജോലി. ഡെയ്സി തൻ്റെ മുറിയിലെത്തി. പിറ്റേന്ന് ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിലെത്തിയപ്പോഴാണ് വിലാസിനിയിൽ നിന്നും ആ നടുക്കുന്ന വാർത്ത ശ്രവിച്ചത്. മോളി ഉറക്ക ഗുളികൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഡെയ്സി മോളിയെ കാണാൻ ചെല്ലുമ്പോൾ അവൾ കിടക്കയിൽ തനിച്ചായിരുന്നു. മരണവുമായി മണിക്കൂറുകളോളം നടത്തിയ മൽപ്പിടുത്തത്തിൽ തളർന്ന് വിളറി കരുത്തും ചോരയും വാർന്നു പോയവളെ പോലെ മോളി ഡെയ്സിയുടെ നേർക്ക് ഒരു നനുത്ത പുഞ്ചിരി പൊഴിച്ചു. മരണം തോറ്റു. ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഞാൻ കഴിച്ച ഉറക്കഗുളികളുടെ എണ്ണം പോരായിരുന്നു. ഡെയ്സി അരികത്തിരുന്ന് അവളെ തലോടി. നീ എന്തിനിത് ചെയ്തു മോളെ? ഞാൻ സ്നേഹിച്ചവൻ, വിശ്വസിച്ചവൻ എന്നെ ചതിച്ചു, ഉപേക്ഷിച്ചു. മുമ്പിൽ ജീവിതമില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നില്ലേ? ഞാൻ സ്നേഹിച്ചു പോയി ചേച്ചി, മോഹിച്ചു പോയി.
ഞാൻ അവൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീ നിന്റെ മാതാപിതാക്കളെ ഓർത്തില്ലല്ലോ, ആരും തുണയില്ലാത്ത സഹോദരങ്ങളെ ഓർത്തില്ലല്ലോ. ശരിയാണ്, ഇപ്പോൾ എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നുന്നു. ഞാനൊരു പൊട്ടിപ്പെണ്ണ്, മഠയി. ഒരു ദീർഘനിശ്വാസത്തിന് ശേഷം അവൾ തുടർന്നു. സാരമില്ല, ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല. ഒരു പാഠം പഠിച്ചു. മരണത്തിന് എന്നെ വേണ്ട. ഇനിയും ജീവിക്കണം, ആദ്യം മുതൽ ജീവിക്കുന്നത് പോലെ ഒരു പുതിയ ജീവിതം. നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്, അതിനെ ആർക്ക് വേണം? അത് ജനിക്കാതിരിക്കട്ടെ. ഇക്കാലത്ത് സ്നേഹബന്ധങ്ങൾ ഒരു അബോർഷനിലാണല്ലോ അവസാനിക്കുന്നത്. ഡെയ്സി അനുകമ്പയോടെ അവളെ നോക്കിയിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം മോളി ഡ്യൂട്ടിക്ക് വന്നു. സഹപ്രവർത്തകരിൽ ചിലർ അനുകമ്പയോടെ നോക്കി, ചിലർക്ക് പരിഹാസവും പുച്ഛവുമായിരുന്നു. മോളി കൂസലില്ലാതെ എല്ലാവരെയും അഭിമുഖീകരിച്ചു. അവൾക്ക് അസാമാന്യമായ ചങ്കൂറ്റവും ഇരുത്തവും തോന്നിച്ചു. ഒരു ദിവസം വിശ്വനാഥൻ അവളെ സമീപിച്ചു പറഞ്ഞു, കഥകളൊക്കെ ഞാനും അറിഞ്ഞു. എന്നെ തള്ളിക്കളഞ്ഞിട്ട് നീ അവൻ്റെ വാക്ക് വിശ്വസിച്ചു. അതിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. വിശ്വനാഥൻ ആരെയും ചതിക്കുകയില്ല, അതാദ്യം മനസ്സിലാക്ക്. മോളി മന്ദഹസിച്ചു. അവൻ്റെ കൂടെ പോയിട്ട് നിനക്ക് എന്ത് ലാഭമുണ്ടായി? അവൻ ഭംഗിയായി മുതലെടുത്തു. 10 രൂപയുടെ ഗുണം നിനക്കുണ്ടായോ? എന്നെ അനുസരിച്ചിരുന്നെങ്കിൽ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആയിരക്കണക്കിന് രൂപയെങ്കിലും ശേഷിക്കുമായിരുന്നു. ശരിയാണ്. മോളി പരിഹാസഭാവത്തിൽ തലകുലുക്കി. ഇനിയും നിനക്ക് അവസരമുണ്ട്. എൻ്റെ വീടിൻ്റെ വാതിൽ നിനക്കെതിരെ ഞാൻ അടച്ചിട്ടൊന്നുമില്ല. സന്തോഷം. ഞായറാഴ്ച നിനക്ക് ഡ്യൂട്ടിയില്ലല്ലോ. അന്ന് വേണമെങ്കിൽ എൻ്റെ ഗസ്റ്റായിട്ട് കൂടാം. നല്ല ആതിഥേയനായിരിക്കും ഞാൻ. നമുക്കൊന്നിച്ചിരുന്ന് ദുഃഖങ്ങളൊക്കെ പങ്കുവയ്ക്കാം. വിശ്വനാഥൻ വിടൻ്റെ ചിരിയോടെ പറഞ്ഞു. മോളി ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ വരാം. മിടുക്കി. അയാൾ അവളുടെ തോളിൽ തട്ടി. ഞായറാഴ്ച മോളി വിശ്വനാഥൻ്റെ വീട്ടിലെത്തി. അയാൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. അവൾ അകത്ത് കടന്നയുടൻ അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു. വിശ്വനാഥൻ്റെ കൈ തോളിൽ വീണപ്പോൾ അവൾ അതെടുത്തു മാറ്റി. എത്ര രൂപ തരും? എത്ര വേണം? 3000. അത് കൂടിപ്പോയില്ലേ? നമ്മൾ ആദ്യമായിട്ടാണല്ലോ. ഡീസൻ്റായിട്ട് തുടങ്ങണമെന്നുണ്ട്. ശരി, തരാം. അഡ്വാൻസായി വേണം. അതെന്താ? ഇനി മേലിൽ പുരുഷന്മാരെ ഞാൻ വിശ്വസിക്കില്ല, അതുകൊണ്ട്. ഓക്കെ. വിശ്വനാഥൻ അലമാര തുറന്ന് പണം എടുത്തു കൊടുത്തു. അവൾ അതെണ്ണി നോക്കി സംഖ്യ മുഴുവനുമുണ്ടെന്ന് ഉറപ്പുവരുത്തി. പിന്നെ ഹാൻഡ് ബാഗിൽ നിക്ഷേപിച്ചു. വാ. അയാൾ അവളെ ബെഡ്റൂമിലേക്ക് ക്ഷണിച്ചു. അകത്ത് കടന്നതും വാതിലടച്ച് കുറ്റിയിട്ടു. അധ്യായം 21. രാത്രി. ഡെയ്സി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാതിലിൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം. ഡെയ്സി ഒന്ന് ഞെട്ടി. അസമയത്ത് ഇതാരാവും? ഡെയ്സി എഴുന്നേറ്റ് ചെന്ന് ജനാലപ്പാളി അല്പം തുറന്ന് പുറത്തേക്ക് നോക്കി. ആരോ വാതിലിനടുത്ത് നിൽപ്പുണ്ട്. ആരാ അത്? ഡെയ്സി പതുക്കെ ചോദിച്ചു. ഞാനാ. വാതിലൊന്ന് തുറന്നേ. ചിരപരിചിതമായ ശബ്ദം. ഡെയ്സി ഉടനെ വാതിൽ തുറന്നു. തങ്കച്ചൻ ഭവനഭേദനം നടത്തി കൊള്ള മുതലുമായി കടന്നു കളഞ്ഞ തൻ്റെ സഹോദരൻ. ഡെയ്സി സ്തബ്ധയായി നിന്നുപോയി. തങ്കച്ചൻ പെട്ടെന്ന് അകത്ത് കയറി വാതിലടച്ചു. നീ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. എന്നെങ്ങനെ അറിയും? ഞാൻ നേരെയുള്ള വഴിയിലൂടെയൊന്നുമല്ല വന്നത്. വേലിക്കരികിൽ വന്നിട്ട് തന്നെ കുറേ നേരമായി. അപ്പുറത്തെ വീട്ടുകാർ ലൈറ്റ് അണച്ച ശേഷമാ ഞാൻ ഇങ്ങോട്ട് കയറിയത്. ആരും കണ്ടില്ലെന്നുറപ്പാ. നീ എവിടെന്നാ വരുന്നത്? ഞാനങ്ങ് ആലപ്പുഴയിലായിരുന്നു. ആലപ്പുഴയിൽ എവിടെ? ഞാനൊരു വലിയ ഹോട്ടലിൽ മുറിയെടുത്തങ്ങ് താമസിക്കുക. പോലീസുകാർ നിന്നെ അന്വേഷിച്ച് ഇവിടെ വന്നിരുന്നു. എത്ര പ്രാവശ്യം വന്നു? ഒരു പ്രാവശ്യമേ വന്നുള്ളൂ. ഇവിടെ അവർ വന്ന് തപ്പാതിരിക്കുകയല്ലെന്ന് എനിക്കറിയായിരുന്നു. പോലീസ് ഇപ്പോഴും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ ജോലി അതല്ലേ, അന്വേഷിക്കട്ടെ. നീ ഇങ്ങനെ തോന്നിയതുപോലെ നാട് മുഴുവൻ നടന്നാൽ പോലീസ് പിടിക്കുകയല്ലേ? അവരെന്നെ എങ്ങനെ തിരിച്ചറിയാനാ? ഞാൻ എൻ്റെ പേരൊക്കെ മാറ്റി. ഇപ്പോഴത്തെ പേര് വിൽസൺ ചെറിയൻ. കാഞ്ഞിരപ്പള്ളിയിലെ ഒരു റബ്ബർ മുതലാളിയുടെ മകനാ ഞാനിപ്പം. റെഡിമെയ്ഡ് കടയിൽ കയറി. എനിക്ക് ചേരുന്ന വില കൂടിയ കോട്ടും സ്യൂട്ടും ഒക്കെ എടുക്കുകയായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. ചേച്ചി കണ്ടില്ലേ? കയ്യിൽ റാഡോ വാച്ച്, കഴുത്തിൽ സ്വർണ്ണച്ചങ്ങല, വലിയ ഹോട്ടലിൽ തിന്നുകുടിച്ചുള്ള താമസം. എന്നെ ഇപ്പം കണ്ട ഒരു മുതലാളി പയ്യനല്ലെന്ന് ആരെങ്കിലും പറയോ? ഇതിനൊക്കെ കാശ് ഒരുപാട് ചെലവില്ലേടാ. കൊള്ളയടിച്ച പണം എൻ്റെ കയ്യിലല്ലായിരുന്നോ? സ്വർണ്ണപ്പണ്ടങ്ങൾ മുഴുവൻ ഞാൻ വിറ്റ് കാശാക്കി. ഈ കാശൊക്കെ തീരുമ്പോൾ നീ എന്തു ചെയ്യും? തീരുന്നിടം വരെ ഞാനിവിടെ നിൽക്കുകയല്ല ചേച്ചി. നീ പിന്നെ എവിടെ പോകും? ഗൾഫിന്. അതിൻ്റെ ഏർപ്പാടുകളൊക്കെ ശരിയായി. അടുത്ത 3-ാം തീയതി പുറപ്പെടും. നേരായ വഴിക്കല്ല, കുറുക്ക് വഴിക്ക്. ഇനി എനിക്ക് അങ്ങനെയല്ലേ പറ്റൂ.
കുറുക്കു വഴിക്കെന്ന് വെച്ചാൽ കള്ളക്കടത്തുകാരുടെ ഒരു ബോട്ടിൽ കയറിപ്പോകും. സ്വർണം കടത്താൻ വേണ്ടിയിട്ട് ദുബായിക്ക് പോകുന്ന ബോട്ടാ. അവർ അക്കരെ ഇറക്കി വിടും. എന്നിട്ട് നീ എന്ത് ചെയ്യും? എനിക്ക് ഈ വഴി ഏർപ്പാടാക്കി തന്നവന് ദുബായിൽ ഒരു ബന്ധുവുണ്ട്. അഡ്രസ്സും തന്നിട്ടുണ്ട്. ഞാൻ അയാളെ തിരക്കി കണ്ടുപിടിച്ചാൽ മതി. ബാക്കിയൊക്കെ അയാൾ ശരിയാക്കിക്കൊള്ളും. അവർ നിന്റെ കാശ് തട്ടിയിട്ട് നിന്നെ കടലിൽ തള്ളിയാലോ? അതിന് ഞാൻ വേറെ പണി ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത 2 കൂട്ടുകാർക്ക് യാത്രയെ സംബന്ധിച്ചും കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ മുഴുവൻ എഴുതി ഒരു കാസറ്റിലാക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് അവരെ ധരിപ്പിച്ചേക്കുന്നത്. പുറപ്പെട്ട് 2 മാസത്തിനുള്ളിൽ ദുബായിൽ നിന്നും എൻ്റെ കത്ത് വന്നില്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ആ രേഖകൾ പോലീസിന് കൈമാറും. യഥാർത്ഥത്തിൽ നിനക്ക് അങ്ങനെ 2 കൂട്ടുകാരുണ്ടോ? ഇല്ല. ഇത് വെറും ഭീഷണിയല്ലേ? വിസയും പാസ്പോർട്ടും ഇല്ലാതെ നീ ദുബായിൽ എങ്ങനെ ജീവിക്കും? വിൽസൺ ചെറിയാൻ്റെ പേരിൽ ഞാനൊരു പാസ്പോർട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. കാശ് കുറേ ചിലവാക്കി. പിന്നെ വിസ, അത് ദുബായിലെ കക്ഷി സംഘടിപ്പിച്ചു തരും. അയാൾക്ക് 50,000 കൊടുത്താൽ മതി. അതെൻ്റെ കയ്യിലുണ്ട്. ദുബായിൽ നിന്ന് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഒളിച്ചു കടക്കണം. അവിടെ അതിനൊക്കെ വഴിയുണ്ട്. എന്നിട്ട് ആ രാജ്യത്തിൻ്റെ ഒരു എക്സിറ്റ് വിസ സംഘടിപ്പിച്ച് നേരായ വഴിക്ക് ദുബായിലോട്ട് തിരിച്ചു വരണം. പിന്നെ ഒരു പ്രശ്നവുമില്ല. വല്ല തൊഴിലും ചെയ്ത് ജീവിക്കാം. ആയുഷ്കാലം മുഴുവൻ വിൽസൺ ചെറിയാനായിട്ട് ജീവിക്കണമെന്ന് മാത്രം. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ചേച്ചിയോട് യാത്ര പറയാൻ. ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെപ്പറ്റി ചേച്ചിക്ക് വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെന്നും അറിയാം. പക്ഷേ ചേച്ചിയെ ഞാനെന്നും വിഷമിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെയായിപ്പോയി. ഇനിയിപ്പോൾ തിരുത്താനൊന്നും സമയമില്ല. ഡെയ്സി ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ഞാൻ ഈ രാത്രിയിൽ ഇവിടെ കയറി വന്നത് പോലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. കണ്ടുപിടിക്കപ്പെട്ടാൽ ചേച്ചിക്ക് ആപത്താണെന്നും അപമാനമാണെന്നും അറിയാം. എന്നാലും ഒന്ന് കണ്ടിട്ട് പോകണം എന്ന് തോന്നി. ഇനി ഒരിക്കലും ചേച്ചിയെ എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ? അവൻ്റെ സ്വരം ഇടറിയിരുന്നു. ഡെയ്സിയുടെ ഉള്ളിലും അലിവിൻ്റെ ഉറവകൾ കിനിഞ്ഞു. തൻ്റെ അനുജനാണവൻ. ഇവനെ താൻ ഒക്കത്ത് വെച്ച് ഒരുപാട് നടന്നിട്ടുണ്ട്. ഇവനെ മടിയിൽ വെച്ച് കൊഞ്ചിച്ചിട്ടുണ്ട്. ഇവന് ഉരുട്ടിക്കൊടുത്ത് ഊട്ടുകയും കഥകൾ പറഞ്ഞുകൊടുത്ത് തലോടി ഉറക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞുനാളിൽ ഇവൻ ഒരുപാട് ചക്കരയുമ്മകൾ തനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇതായാലും കുടുംബത്തിന് പേരുദോഷമുണ്ടാക്കി. ചേച്ചിക്കും അപമാനം വരുത്തി വെച്ചു. സിബിയുടെ വീട്ടിൽ കയറിയത് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അവനെ കൊല്ലണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ കയ്യിൽ കിട്ടിയില്ല. പിന്നെ മരിച്ചുപോയ എൻ്റെ പെങ്ങളെപ്പോലെ അവൻ്റെ പെങ്ങളും പെണ്ണാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഡെയ്സി പിന്നെയും മൗനം ആചരിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. ചേച്ചിക്ക് കാശ് വല്ലതും വേണോ? വേണ്ട. ചേച്ചി വാങ്ങുകയില്ലെന്നറിയാം. കൊള്ള മുതലല്ലേ ഇത്? പിന്നെ എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ചോദിച്ചുവെന്നേ ഉള്ളൂ. ചേച്ചി വാങ്ങാതിരിക്കുന്നതാ എനിക്കും അഭിമാനം. ചേച്ചി കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല. തങ്കച്ചൻ പറഞ്ഞു തീർന്നതുപോലെ അല്പനേരം നിശബ്ദനായി നിന്നു. പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു കവർ എടുത്തു നീട്ടി. എൻ്റെ ഒളിച്ചുപോക്കിൻ്റെ വിവരങ്ങളാണ്. എനിക്കില്ലാത്ത കൂട്ടുകാർക്ക് എഴുതിയത്. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന് തോന്നിയാൽ പോലീസിന് അയച്ചു കൊടുത്താൽ മതി. ചേച്ചിയാണ് അയച്ചതെന്നറിയാതെ അവൾ വിറയ്ക്കുന്ന കൈ നീട്ടി അത് വാങ്ങി. പോട്ടെ ചേച്ചി. അവൻ വിഷാദം പുരണ്ട ഒരു ചിരി ചിരിച്ചു. അവൻ്റെ കണ്ണിൽ കണ്ണീരിൻ്റെ തിളക്കം കണ്ടു. അവൻ വാതിൽ തുറന്നിറങ്ങി. ഇരുട്ടിലേക്ക്, അനിശ്ചിതത്വത്തിലേക്ക്, അജ്ഞാത ദിക്കിലേക്ക്. തങ്കച്ചൻ പോയി കഴിഞ്ഞിരിക്കുന്നു. ഡെയ്സി വാതിൽക്കൽ വന്ന് നോക്കി. ഇല്ല, കാണാനില്ല. അവൻ മറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും താൻ അവനെ കാണുമോ, തൻ്റെ അനുജനെ? ഡെയ്സി ദീർഘനേരം വാതിൽക്കൽ തന്നെ നോക്കി നിൽക്കുകയുണ്ടായി. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞുവെന്ന് ഉറങ്ങാൻ വട്ടം കൂടുമ്പോൾ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടു. ഡെയ്സി ലേശ നീരസത്തോടെ ചെന്ന് വാതിൽ തുറന്നു. നോക്കിയപ്പോൾ റോസി ഒരു ഷോൾഡർ ബാഗും തൂക്കി ക്ഷീണഭാവത്തിൽ അങ്ങനെ നിൽക്കുന്നു. നീയായിരുന്നോ? കയറി വാ. ചേച്ചി ഒറ്റയ്ക്കേ ഉള്ളൂ? റോസി അകത്ത് കയറി ബാഗ് മേശപ്പുറത്ത് വെച്ചു. ഡെയ്സി അവളെ അടിമുടി നോക്കി. അവൾ അല്പം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് തോന്നി. പഴയ പ്രസരിപ്പില്ല, കണ്ണുകളിൽ വിഷാദം. നീ എന്താ തനിച്ച്? ഞാനിപ്പോൾ തനിച്ച. നിന്റെ ഭർത്താവ് എവിടെ, രാജീവൻ? അവനെ ഞാൻ ഉപേക്ഷിച്ചു. റോസി കൂസലെന്നെ പറഞ്ഞു. ഡെയ്സി സ്തബ്ധയായി. അധ്യായം 22. ഞാനൊന്ന് കിടക്കട്ടെ, യാത്രാക്ഷീണം. റോസി കട്ടിലിൽ ചെന്ന് കിടന്നു. അലസമായ കിടപ്പ്. ഡെയ്സി അവളുടെ അരികിലിരുന്നു. നീ തമാശ പറഞ്ഞതല്ലല്ലോ? ആണോ? ഞാൻ എന്തിനാ ചേച്ചിയോട് തമാശ പറയുന്നേ? അതും വന്ന് കയറിയ ഉടനെ. എന്താടി ഇതൊക്കെ? എന്താ നിങ്ങളുടെ പ്രശ്നം?
ഒരു പ്രശ്നവുമില്ല. ഞാൻ അയാളെ ഉപേക്ഷിച്ചു, അത്ര തന്നെ. ഇതെന്താ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വല്ല ചരക്കുമാണോ ഉപയോഗം കഴിഞ്ഞാൽ ഉപേക്ഷിക്കാൻ? മാർക്കറ്റിൽ കിട്ടുന്ന ചരക്ക് നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നുകയില്ല. ഇതിനേക്കാൾ ഭേദമാ അത്. നീയൊരു കൂസലമില്ലാതെയാണല്ലോ ഉപേക്ഷിച്ചെന്ന് പറയുന്നത്. സന്തോഷത്തോടു കൂടിയാ പറയുന്നത്. ഡെയ്സി അന്തം വിട്ടിരുന്നു. അനുജത്തി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നു. അവൾക്ക് സങ്കടമോ കുറ്റബോധമോ നിരാശയോ ഒന്നുമില്ല താനും. ഒരു തരം തൻ്റെ ഇടം. അയാളുടെ കൂടെ ജീവിക്കാൻ നോമ്പ് നോറ്റിരുന്നവളാണ്. സ്വന്തം വീടിനെയും കൂടപ്പിറപ്പുകളെയും വകവയ്ക്കാതെ എല്ലാം ഉപേക്ഷിച്ച് അയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവളാണ്. അയാൾ അവളെയാണോ ഉപേക്ഷിച്ചത്, അതോ മറിച്ചോ? എന്താണ് സംഭവിച്ചതെന്ന് പറ. അയാൾ നിന്നെ തഴഞ്ഞു കളഞ്ഞതാണോ? ഏയ്, അയാൾ എന്നെ തഴയാനോ? അടുത്ത കാലത്തൊന്നും അയാൾക്കതിന് സാധിക്കില്ല. അത്രയ്ക്ക് ഉപയോഗമുണ്ട് എന്നെക്കൊണ്ട് അയാൾക്ക്. അപ്പോൾ നീ അയാളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞത് സത്യമാണ്? എന്താ സംശയം? ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞതും അയാൾ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കാല് പിടിച്ചു പറഞ്ഞു പിരിഞ്ഞു പോകരുതെന്ന്. പുറം കാലുകൊണ്ട് അവനെ തൊഴിക്കാനുള്ള ചങ്കൂറ്റം മാത്രമേ എനിക്കില്ലാതായി പോയുള്ളൂ. എത്ര നാളായി നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട്? കഷ്ടിച്ച് 1 മാസം. എന്നിട്ട് നീ ഇതുവരെ എവിടെയായിരുന്നു? എനിക്കൊരു വാടക വീടുണ്ട് അവിടെ. നീ തനിച്ചാണോ അവിടെ കഴിയുന്നത്? ചില ദിവസങ്ങളിൽ ആരെങ്കിലും കൂട്ടുണ്ടാവും. ചിലപ്പോൾ ഹോട്ടൽ മുറിയിൽ പോയി താമസിക്കും. നിന്റെ ചെലവുകളൊക്കെ ആരാ നടത്തുന്നേ? ഉണ്ണുകയും ഉടുക്കുകയും ഒക്കെ വേണമല്ലോ. അതിനാണോ വിഷമം? എൻ്റെ ചെലവുകൾ നടത്തിത്തരാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനൊന്ന് മുട്ടിയാൽ മതി, പിന്നെ ഒന്നും അറിയണ്ട. എന്നാലും എത്ര നാളിങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് കഴിയുമെടി? ആരോഗ്യവും സൗന്ദര്യവും ഉള്ളിടത്തോളം കാലം എൻ്റെ ജോലി എനിക്കിപ്പോൾ സാമാന്യം നല്ല വരുമാനമുണ്ടാക്കി തരുന്നുണ്ട്. നിനക്കിപ്പോൾ ജോലിയുണ്ടോ? എന്താ നിന്റെ ജോലി? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വ്യഭിചാരം. ഡെയ്സി ഞെട്ടിപ്പോയി. അവൾ റോസിയെ തുറിച്ചു നോക്കി. റോസി പറഞ്ഞത് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എനിക്കൊന്ന് കുളിക്കണം. റോസി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കടന്നു. അവൾ കുളി കഴിഞ്ഞു വരുമ്പോഴും ഡെയ്സി അതേ ഇരിപ്പാണ്. അവൾ വേഷം മാറുന്നതുവരെ ഡെയ്സി കാത്തു. പിന്നെ ചോദിച്ചു, നീ പറയുന്നതൊക്കെ സത്യമാണോടി? ഞാനെന്തിനാ കള്ളം പറയുന്നേ? നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എന്താ കാരണം? അയാൾക്ക് ഉയരങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഒരു ഏണി മാത്രമാണ് ചേച്ചി ഞാൻ. അയാളുടെ ചേട്ടന് ചില കോൺട്രാക്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. രാജീവനും കൂടി അതിൻ്റെ ഷെയറുണ്ടത്രേ. ബില്ലുകൾ വേഗം പാസ്സാക്കി കിട്ടാനും എഞ്ചിനീയർമാർക്ക് പണി തൃപ്തിപ്പെടാനും ഒക്കെ ഞാൻ വേണം മുന്നിട്ടിറങ്ങാൻ. നിന്നെക്കൊണ്ട് എന്തു ചെയ്യാനൊക്കും? എൻ്റെ ശരീരം അവർക്കൊക്കെ കാഴ്ചവെച്ച് അവരെ പ്രീണിപ്പിക്കണം ചേച്ചി. അയാൾക്ക് എന്നെക്കൊണ്ടുള്ള ആവശ്യം അതാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം ചെലവഴിച്ചിട്ടുള്ളതിനേക്കാൾ രാത്രികൾ എഞ്ചിനീയർമാരോടും വേറെ ചില ഉന്നത ഉദ്യോഗസ്ഥരോടുമൊപ്പമാണ് ചെലവഴിച്ചിട്ടുള്ളത്. എൻ്റെ ഭർത്താവാണ് കൂട്ടിക്കൊടുപ്പുകാരൻ. അയാൾ എന്നെ കാറിൽ കയറ്റി അവരുടെ കിടപ്പറയിൽ കൊണ്ടുചെന്ന് വിടും. എന്നിട്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ കാവൽ നിൽക്കും. തിരിച്ചു പോരുമ്പോൾ ശാപമേറ്റ പോലെ ഇരിക്കുന്ന എന്നെ അയാൾ ഇങ്ങനെ ആശ്വസിപ്പിക്കും. എല്ലാം നമ്മുടെ നേട്ടത്തിനാണെന്ന്, നന്മയ്ക്കാണെന്ന്. ഡെയ്സി ഞെട്ടിത്തരിച്ചിരുന്നു പോയി, ഒന്നും മിണ്ടാനാവാതെ. പക്ഷേ ഞാൻ ഒരു മണ്ടിയല്ലായിരുന്നു ചേച്ചി. എൻ്റെ നല്ല കാലം കഴിയുമ്പോൾ അവൻ എന്നെ ചവിട്ടി പുറത്താക്കുമെന്നറിയാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ പെമ്പിനെ ഉപേക്ഷിച്ചു. എൻ്റെ ഭർത്താവ് എന്നെ കൂട്ടിക്കൊടുപ്പുകാരനെ. എന്നിട്ട് ബിസിനസ് ഞാൻ തന്നെത്താൻ കൈകാര്യം ചെയ്തു തുടങ്ങി. ഡെയ്സി അവളെ തുറച്ചു നോക്കി. കുറഞ്ഞ കാലം കൊണ്ട് ഉദ്യോഗസ്ഥന്മാരും ബിസിനസ്സുകാരും ഒക്കെ ആയിട്ടുള്ള പല താപ്പാനകളുമായിട്ട് എനിക്ക് പരിചയം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അതിനെൻ്റെ ഭർത്താവിനോട് നന്ദി പറയണം. കാരണം അവരൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഇടപാടുകാർ. അവൻ്റെ കൂടെ ജീവിച്ചാലും ഞാൻ ഈ പണി തന്നെ ചെയ്യണം. അതിൻ്റെ നേട്ടം മുഴുവൻ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ നേരിട്ടതങ്ങ് നടത്തിയാൽ നേട്ടം മുഴുവൻ എനിക്ക് തന്നെ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഉപേക്ഷിച്ചത്. മുടി പിന്നോട്ട് കോതിയിട്ടിട്ട് കിടക്കയിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ തുടർന്നു. അവൻ പിന്നെയും എൻ്റെ അടുത്ത് വന്നു. പിരിയരുതെന്ന് പറയാൻ ഞാൻ ആട്ടിയിറക്കി. എനിക്ക് സങ്കടമൊന്നുമില്ല ചേച്ചി, ആരോടും വെറുപ്പുമില്ല. ഞാനിപ്പോൾ നല്ല പോലെ സമ്പാദിക്കുന്നുണ്ട്. എന്നെ AC കാറിൽ കയറ്റി എനിക്കിഷ്ടമുള്ളിടത്ത് കൊണ്ടുപോകാനും എനിക്കിഷ്ടമുള്ളത് വാങ്ങിത്തരാനും പ്രഭുകുമാരന്മാർ ക്യൂ നിൽക്കുന്നുണ്ട്. ഇന്നലെ അവരിലൊരുത്തൻ കാർ അയച്ചു വിളിപ്പിച്ചതാ എന്നെ. അങ്ങനെ ഈ ടൗണിൽ വന്നത്. ഹോട്ടൽ ബ്ലൂ മൗണ്ടിലായിരുന്നു. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ചേച്ചിയെ കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. നീ എന്നെ കാണാൻ വരരുതായിരുന്നു, ഡെയ്സി വേദനയോടെ പറഞ്ഞു. വന്നാൽ തന്നെ നീ ഇതൊന്നും എന്നോട് പറയരുതായിരുന്നു. ചേച്ചിക്ക് വിഷമം തോന്നുന്നുണ്ടോ?
വിഷമിക്കാനൊന്നുമില്ല. നമ്മളൊക്കെ എന്തിനാ ജീവിക്കുന്നത്? നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം, നല്ലൊരു ഭർത്താവ് വേണം, നല്ല കുഞ്ഞുങ്ങൾ വേണം, നല്ല വീടും വീട്ടുപകരണങ്ങളും വേണം. ഇതിനൊക്കെയല്ലേ? എനിക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും കിട്ടുന്നുണ്ട്. നല്ല വീടും വീട്ടുപകരണങ്ങളും വാങ്ങാനുള്ള പണം ഞാൻ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഭർത്താവ്. അങ്ങനൊന്ന് ലോകത്തിനുണ്ടോ? ഞാൻ ഇതിനകം കുറേയേറെ ഭർത്താക്കന്മാരെ കണ്ടു. വീട്ടിനുള്ളിൽ പഞ്ചപാവങ്ങൾ, നാട്ടിൽ ബഹുമാന്യന്മാർ. അവരും നാട്ടാരെയും ഭാര്യമാരെയും ഒളിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനത്തെ ഒരുത്തന് വേണ്ടിയിട്ട് ഒരു പ്രതിഫലവും വാങ്ങാതെ നമ്മൾ നമ്മുടെ ശരീരം നൽകുന്നു. പകരം ആത്മാർത്ഥതയും സ്നേഹവും കാട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആലോചിച്ചിട്ട് അത്തരമൊരു ചതിയൻ്റെ സ്നേഹത്തേക്കാൾ വിലപ്പെട്ടത് ഇതാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ? എനിക്കൊരു കുഞ്ഞിനെ വേണം. മതിയാവോളം സമ്പാദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ പ്രസവിക്കും. ഈ നാട്ടിലെ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ കുഞ്ഞിനെ. ഇന്നാരാണ് തന്തയെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി ഞാൻ അതിനെ വളർത്തും. ഭാവിയിൽ എനിക്ക് ദുഃഖിക്കാനിടവരാത്ത വിധമേ ഞാൻ മുന്നോട്ട് നീങ്ങും. ഏതായാലും ആവുന്ന കാലത്ത് ചേച്ചിക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു തുക ഞാൻ സമ്പാദിക്കും. ഡെയ്സി വെറുതെ കേട്ടിരുന്നു. അവളുടെ ഉള്ളിൽ അനുജത്തിയോടുള്ള വെറുപ്പോ അനുകമ്പയോ സഹതാപമോ ഒക്കെ മാറി മാറി വന്നു. ചേച്ചിക്ക് ആവശ്യം വന്നാൽ എന്നോട് പണം ചോദിക്കാം. ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് അറയ്ക്കുമല്ലോ. ഈ രീതിയിൽ നീ സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ തുകകൾ സമ്പാദിക്കാൻ എനിക്ക് കഴിയുമായിരുന്നടി. ചേച്ചിയുടെ വിഡ്ഢിത്തം. പക്ഷേ അത് മനസ്സിലാക്കാൻ കുറേ വൈകും. ഭൂമിയിൽ പെണ്ണുങ്ങൾ ഭൂരിപക്ഷവും മണ്ടികളാണ് ചേച്ചി. പുരുഷന്മാർക്ക് അത് നല്ലപോലെ അറിയാം. ഡെയ്സി സംഭാഷണം തുടരാൻ ആഗ്രഹിച്ചില്ല. റോസി സുഖമായി കിടന്നുറങ്ങി. സന്ധ്യയ്ക്ക് അവൾ വേഷം മാറി പോകാനൊരുങ്ങി. നീ എങ്ങോട്ടാ ഈ രാത്രിയിൽ? ഡെയ്സി ചോദിച്ചു. ഡ്യൂട്ടിക്ക്. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ ചേച്ചിയെ പോലെ? റോസി ചിരിച്ചു. നിനക്ക് നാളെ പോയാൽ പോരെ? പോരാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇന്ന് ലീവ് എടുക്കാനിരിക്കുകയായിരുന്നു ഞാൻ. ഉപദേശിക്കാനാണോ? നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ താമസിക്കാം. വീട്ടിലേക്ക് കയറി ചെല്ലാൻ മടിയായിട്ടാണ് പോകാത്തതെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുചെന്നാക്കാം. എന്നിട്ട് ഇതൊന്നും ജീവിതമല്ലടി, നീ നശിക്കുകയാ. പണവും പൊന്നും സമ്പാദ്യങ്ങളുമല്ല ജീവിതത്തിൻ്റെ നേട്ടം. ആത്മശുദ്ധിയാ. മനസാക്ഷി കുത്തില്ലാതെ ലോകത്തിൻ്റെയും ദൈവത്തിൻ്റെയും മുമ്പിൽ നിൽക്കാൻ കഴിയണം. ആ ആത്മശുദ്ധി, അത് ചേച്ചിയോളം തന്നെ എനിക്കുമുണ്ട്. ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്യുക. ആരെയും വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യാതിരിക്കുക. ജീവിതത്തെയും ദൈവത്തെയും ലോകത്തെയും സ്നേഹിക്കുക. ഇതാണ് ആത്മശുദ്ധിയെങ്കിൽ ഞാനത് ചെയ്യുന്നുണ്ട്. തൃപ്തയാണ് ഞാൻ. അപ്പോൾ നീ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ? വീട്ടിൽ പോയി ചേച്ചിയുടെ അധ്വാനത്തിൻ്റെ പങ്കുപറ്റി ഒന്നിനും കൊള്ളരുതാത്തവളായി ജീവിക്കാൻ എനിക്കിഷ്ടമല്ല. ഏതായാലും നീ നാളെ പോകാമെന്ന് വെക്ക്. ഇല്ല, ഉടനെ പോകണം. ഇന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. എൻ്റെ രാത്രികൾക്കാണ് വില. അവൾ ചിരിച്ചുകൊണ്ട് യാത്രയായി. ഏതാനും ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു. ചേച്ചി എന്നെ വെറുത്തു. എന്നാലും ചേച്ചിയോട് എനിക്കെന്നും സ്നേഹമായിരിക്കും. അവൾ നടന്നകന്നു. ഡെയ്സി വിഷണ്ണയായി നോക്കി നിന്നു. അടുത്ത ഭാഗം നാളെ.